ഹായ്, ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട കുട്ടികളെ. നമ്മളിന്ന് ഫിസിക്സാണ് പഠിക്കുന്നത്. ഫിസിക്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ബലം ആണ്. ബലം അല്ലേ? വസ്തുവിനെ ചലിപ്പിക്കണമെങ്കിൽ ബലം വേണം. അല്ലേ? വസ്തുവിനെ ചലിപ്പിക്കണമെങ്കിൽ ബലം വേണം. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിനെ നിശ്ചലമാക്കണമെങ്കിൽ ബലം വേണം. പിന്നെയോ ഒരു വസ്തുവിൻ്റെ ആകൃതി ബലം പ്രയോഗിച്ചാൽ ആകൃതി വേറെ. വസ്തുവിൻ്റെ ആകൃതിയിൽ മാറ്റം വരുത്താം, വ്യാപ്തത്തിൽ മാറ്റം വരുത്താം. ഓക്കെ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയാണ്. അപ്പോൾ വിവിധങ്ങളായ ബലങ്ങളുണ്ട്. അതിലൊന്ന് നമുക്ക് പേശീബലം. പേശീബലം നിങ്ങൾക്കറിയാം അല്ലേ? ആ മലയാളം വാക്കിൽ നിന്ന് എനിക്ക് മനസ്സിലാകും. ഇപ്പോൾ മനുഷ്യർക്ക് അതുപോലെ മറ്റ് ജന്തുജീവികൾക്കൊക്കെ പേശീബലം പ്രയോഗിക്കാനാവും. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ പുസ്തകം നോക്ക്, ഇതിന് എൻ്റെ പേശീബലം പ്രയോഗിച്ചു കഴിഞ്ഞാൽ എനിക്കിത് തള്ളി മാറ്റാൻ പറ്റും അല്ലേ? തള്ളി മാറ്റാം, ബലം പ്രയോഗിക്കാം, ബലം. ഓക്കെ, പിന്നെ എന്ത് ബലമുണ്ട്? കാന്തിക ബലം. നിങ്ങൾക്കറിയാം അല്ലേ? കാന്തിക ബലം. രണ്ട് കാന്തങ്ങൾ തമ്മിൽ പരസ്പരം ആകർഷിക്കും അല്ലേ? കാന്തത്തിൻ്റെ വിജാതീയ ധ്രുവങ്ങൾ, ഇപ്പോൾ സൗത്ത് നോർത്ത് ആകർഷിക്കുന്നതാണ് കാന്തിക ബലമാണ്. ഓക്കെ, പിന്നെ സ്ഥിത വൈദ്യുതി ബലം. ഇതാ നിങ്ങൾ കേൾക്കാത്തൊരു ബലം അല്ലേ? സ്ഥിത വൈദ്യുതി ബലം. പേനയോ പെൻസിലോട്ട് എടുത്തിട്ട് ചെറിയ കടലാസ് കഷ്ണങ്ങൾ നുറുക്കിയെടുത്തത് എന്താ? കടലാസ് കഷ്ണങ്ങളാണ് അല്ലേ? എൻ്റെ പേന നിങ്ങൾ സ്കൂളിൽ നിന്നൊക്കെ ചെയ്താണല്ലേ? ഓക്കെ, ഇതാ പറ്റി പിടിച്ചിട്ടുണ്ട് അല്ലേ? നോക്കൂ. ഓക്കെ, ഇപ്പോൾ നന്നായിട്ട് കുറേ സമയം ഇങ്ങനെ വരച്ച് പിടിക്കുകയാണെങ്കിൽ കടലാസ് കഷ്ണങ്ങൾ പറ്റി പിടിച്ചതാണ്. ഇതെന്താണ്? സ്ഥിത വൈദ്യുതി എന്ന് പറയുന്നത്. സ്ഥിത വൈദ്യുത ബലം. കുറേ കാര്യങ്ങൾ നമുക്കത് 9ലും 10ലൊക്കെ പഠിക്കാനുണ്ട്. ഓക്കെ, സ്ഥിത വൈദ്യുത ബലം. അപ്പോൾ ഇവിടെ അതുപോലെ ഗുരുത്വാകർഷണ ബലം. അങ്ങനെ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും തമ്മിൽ പരസ്പരം ആകർഷിക്കുന്നുണ്ട്, എല്ലാ വസ്തുക്കളും. അപ്പോൾ നമ്മൾ വിശദമായിട്ട് നമുക്ക് 9ാം ക്ലാസ് പഠിക്കാനുണ്ട്. ഇതും തമ്മിൽ ആകർഷണമുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഇപ്പോൾ ഏത് രണ്ട് വസ്തുക്കളായിരിക്കട്ടെ, ഇപ്പോൾ രണ്ട് പുസ്തകങ്ങൾ, ഇതും തമ്മിൽ ആകർഷണമുണ്ട്. മനസ്സിലായോ? ഇതാണ് ഗുരുത്വാകർഷണ ബലം എന്ന് പറയാം. പ്രപഞ്ചത്തിലെ വസ്തുക്കൾ തമ്മിൽ ആകർഷണ ബലമുണ്ട്. ഇത്തരം ആകർഷണ ബലമാണിത് ഗുരുത്വാകർഷണ ബലം. ഓക്കെ, ഇപ്പോൾ ഭൂമി എല്ലാ വസ്തുക്കളെയും ആകർഷിക്കുന്നുണ്ട് അല്ലേ? ഭൂഗുരുത്വ ബലം അറിയാം. യാന്ത്രിക ബലം. യാന്ത്രിക ബലം നമ്മൾ ചലനവുമായി ബന്ധപ്പെട്ട ബലമാണ് അല്ലേ? ഇപ്പോൾ യന്ത്രം കറങ്ങുന്നത്, ഫാൻ കറങ്ങുന്നത്, അതുപോലെ വിവിധങ്ങളായ യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നത് ഒക്കെ, അതൊക്കെ ബന്ധപ്പെട്ട ബലമാണെന്ത്? യാന്ത്രിക ബലം. ഇങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞത് ഒരുപാട് ബലങ്ങളാണ്. പേശി ബലം, കാന്തിക ബലം, അതുപോലെ യാന്ത്രിക ബലം, സ്ഥിത വൈദ്യുത ബലം. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു ബലം ഘർഷണ ബലം. എന്താണ് ഘർഷണ ബലം? ഒരു പ്രതലം മറ്റൊരു പ്രതലത്തിലൂടെ ചലിക്കാൻ ശ്രമിക്കുമ്പോഴോ അവയുടെ ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന തരത്തിൽ അവയ്ക്കിടയിൽ സമാന്തരമായൊരു അനുഭവപ്പെടുന്ന ബലമാണ് ഘർഷണബലം. എന്ന് പറഞ്ഞാൽ എന്താ? ഉദാഹരണത്തിന് ഒരു വസ്തു ഞാനിട്ട് ഇങ്ങനെ ചലിക്കുന്നതായിരിക്കാം. ഒരു കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചലിച്ച് അവിടെ നിൽക്കും. ഇതിനെ നിർത്തിയത് ആരാ? തള്ളിവിട്ട സാധനം ഇങ്ങനെ ചലിച്ച് അവിടെ സ്റ്റോപ്പ് നിൽക്കും. അതാരാ? ഘർഷണ ബലം. അതായത് വസ്തുവിൻ്റെയും പ്രതലത്തിൻ്റെയും ഇടയിൽ അനുഭവപ്പെടുന്ന ബലം. ഇപ്പോൾ നമ്മളിപ്പോൾ ബോള് ഒരു തട്ട് കൊടുത്തു, ബോളിങ്ങനെ ഉരുണ്ട് ഇങ്ങനെ പോയി നിൽക്കും. ആരാ നിർത്തിയത്? ആര്? ഘർഷണ ബലം. അതിൻ്റെ ഇടയിൽ അനുഭവപ്പെടുന്ന ബലമാണെന്ത്? ഘർഷണ ബലം. ഓക്കെ,
നോക്ക്, ഇപ്പോൾ 2 തരം ഘർഷണ ബലം. ഇവിടെ നോക്ക്, കുട്ടികളെ ഒരു വലിയ മരത്തടിങ്ങ തള്ളി നീക്കും അല്ലേ. ഇപ്പോൾ ഘർഷണ ബലം ഇല്ല, 0 എന്നിരിക്കാം. ഘർഷണ 0 ഒരു തട്ടോട്ട് അങ്ങ് പോവും, അങ്ങ് പോയിക്കോളും. ഇത് ഘർഷണ ബലമുണ്ട് അല്ലേ. മരത്തടിൻ്റെയും ഭൂമിയുടെയും ഇടയിൽ, രണ്ടിൻ്റെയും ഇടയിൽ അനുഭവപ്പെടുന്ന ഘർഷണ ബലം ഉള്ളതുകൊണ്ടാണ് ശക്തിയിൽ തൊള്ളി എല്ലാം പോകുന്നത്. ഇവിടെ നോക്ക്, ഇത് വലിച്ചു പിടിക്കണം. രണ്ടും വ്യത്യാസമുണ്ട്. ഏതായിരിക്കും എളുപ്പം? ഇതായിരിക്കും ഏതാ എളുപ്പം? ഇതാണല്ലേ. ഉരുണ്ട് പോയിക്കോളും. ഇതോ ഇങ്ങനെ വലിച്ചെടുക്കണം. ഇത് നിരങ്ങൽ ഘർഷണമാണ്, നിരങ്ങൽ ഘർഷണം. ഇതോ ഉരുളൽ ഘർഷണം. നമ്മളിപ്പോൾ ടൂറൊക്കെ പോകുമ്പോഴേ ബാഗ് കൊണ്ടുപോകാറുണ്ട് അല്ലേ. ഇപ്പോൾ നമ്മൾ ബാഗിന് റെയിൽവേ സ്റ്റേഷനൊക്കെ നമ്മൾ ട്രെയിനൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അങ്ങനെ വലിച്ചു പോകാൻ കാണാം ചില ആൾക്കാർ അല്ലേ. വിഷമം. ചിലപ്പോൾ ചില ബാഗ് പെട്ടീൻ്റെ ടയർ കാണും. അപ്പോൾ എളുപ്പം വലിച്ച് എന്നിട്ട് പോകാം അല്ലേ. ഈ പെട്ടീൻ്റെ കടിയിൽ 4 ചക്രം ഉണ്ടാവും. വലിച്ചാലോ വേഗം പോകാം. അവിടെ എന്താണ്? ഉരുളൽ ഘർഷണമാണ്. അപ്പോൾ ഇവിടെ നോക്ക്, അപ്പോൾ ഏതാണ് എളുപ്പം? ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ കുറവായിരിക്കും. ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ കുറവ്. ഏതാ കുറവ്? ഇത് കുറവായിരിക്കും അല്ലേ. ചെറിയ ബലം മതി, മറ്റേതോ വലിയ ബലം പ്രയോഗിക്കണം. ഇനി നിങ്ങൾ ഇപ്പോൾ വളരെ കുറച്ച് കാര്യമായി എന്ന് പറഞ്ഞത് അല്ലേ. വിവിധങ്ങളായ ബലങ്ങൾ, പിന്നെ ഘർഷണ ബലം അല്ലേ. ഒരു വസ്തു ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ വസ്തുവിൻ്റെ ചലിക്കുന്ന വസ്തുവിനും പ്രതലത്തിനും ഇടയിൽ അനുഭവപ്പെടുന്ന ബലം. അതിൽ തന്നെ ഉരുളൽ ഘർഷണം, നിരങ്ങൽ ഘർഷണം. കുറവ് ഏതാ? ഉരുളൽ ഘർഷണം അല്ലേ. ചിലപ്പോൾ ഈ ഘർഷണ ബലം ആവശ്യം വേണം. എന്തിനാണ്? നോക്ക്, നമുക്കൊരു തീപ്പെട്ടി കത്തിക്കണം, ഘർഷണ ബലം അല്ലേ. തീപ്പെട്ടി കൊള്ളി അല്ലേ, കത്തും. അവിടെ എന്താ? തീപ്പെട്ടിയുടെ കമ്പ് കൊള്ളി അതിൻ്റെ അറ്റത്ത് മരുന്നുണ്ട് അല്ലേ. അതും ഇതും തമ്മിൽ ഉരസുമ്പോഴാണ്, ഘർഷണം ഉണ്ടാകുമ്പോഴാണ് കത്തുന്നത്. ഓക്കെ, അതിപ്പം നമുക്ക് ആവശ്യമുള്ള ഘർഷണമാണ്. എന്നാൽ ചിലപ്പോൾ ചില യന്ത്രങ്ങൾ ഓടി കുറേ കഴിയുമ്പോൾ തഴഞ്ഞു പോകും അല്ലേ. വണ്ടിയിലൊക്കെ യന്ത്രങ്ങൾ തേയ്മാനം സംഭവിച്ച് പിന്നെ മോശമാകും. അതെന്തുകൊണ്ടാണ്? ഘർഷണം കൊണ്ട് സംഭവിക്കുന്നതാണ് അല്ലേ. വരഞ്ഞ് പോകും. ആ ഘർഷണം നല്ലതല്ല, മോശം. പിന്നെ നമുക്ക് വസ്തുക്കളെ പിടിക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു വസ്തു എനിക്ക് ഇങ്ങനെ പിടിക്കുന്നു, കൈയിൻ്റെ പ്രതലും തമ്മിലുള്ള ഘർഷണമാണ്. ഘർഷണയിൽ പിടിക്കാനാവില്ല. മനസ്സിലായി? അപ്പം നമുക്ക് വസ്തുക്കളെ പിടിക്കാൻ സാധിക്കുന്നത് ഘർഷണ ബലം ഉള്ളതുകൊണ്ടാണ്. അതുപോലെ നമുക്ക് തറയിലൂടെ നടക്കാൻ കഴിയുന്നു അല്ലേ. നമ്മുടെ കാലിങ്ങനെ വെച്ച് നടക്കാൻ സാധിക്കുന്നു. എന്തുകൊണ്ടാണ്? ഘർഷണമാണ് അല്ലേ. അപ്പോൾ നമുക്ക് നമ്മൾ നിലത്ത് വെളിച്ചെണ്ണ മറിഞ്ഞു എന്ന് വിചാരിക്കുക, അപ്പോൾ വീണും അല്ലേ. എന്തുകൊണ്ടാണ്? ഘർഷണം കുറഞ്ഞു. എന്താ പറഞ്ഞേ? ഘർഷണ ബലം കുറഞ്ഞു. അപ്പോൾ നമുക്ക് ഘർഷണ ബലം ചില സന്ദർഭങ്ങളിൽ നമുക്ക് ആവശ്യമാണ്, ഗുണകരമാണ്, ചില സന്ദർഭങ്ങളിൽ മോശമാണ്. അതുപോലെ നോക്കൂ, നിങ്ങൾ ഈ നമ്മുടെ വണ്ടിയുടെ വാഹനങ്ങളുടെ ടയറുകളിൽ ചാലുകളുണ്ട് അല്ലേ. ടയറിങ്ങനെ കാണാം, ടയറിൽ ചാലുകൾ കാണാം. എന്തിനാ? പെട്ടെന്ന് നമ്മൾ ക്ലച്ച് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ പിടിച്ചടന്ന് നിൽക്കാൻ, വണ്ടി നിൽക്കാൻ വേണ്ടി അല്ലേ. അപ്പോൾ നമുക്ക് ഗുണമാണ്. എന്നാലോ കുറേ കഴിഞ്ഞപ്പോൾ ടയർ തേഞ്ഞു പോകും. എന്തുകൊണ്ടാണ്? അല്ലേ, റോഡിലെ ടാല് വരഞ്ഞ് ടയർ മോശം. ആകർഷണ ബലം മോശം, ഇന്ധന നഷ്ടം മോശം. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ നമ്മളെന്ത് വേണ്ടത്? 1, 2, 3, 4, 5, 6, 7 ഇതിനെ നിങ്ങൾ സ്വന്തം ഘർഷണ ബലം ഗുണകരമായത്, ഘർഷണ ബലം ഗുണകരമല്ലാത്തത്, മോശം എന്നിങ്ങനെ വേർതിരിച്ച് നിങ്ങൾ സ്വന്തം എഴുതാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഇന്ന് തന്നെ
വാട്സപ്പിൽ ഉത്തരം എഴുതി അയക്കണം. ഓക്കെ.